സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ ഒരു വിഭാഗം പങ്കെടുത്തില്ല. പ്രശ്ന പരിഹാരത്തിനായി വൈകിട്ട് 3-നാണ് മലപ്പുറത്ത് ചർച്ച വെച്ചത്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നതിന് നേതാക്കൾ നേരത്തെ പലവട്ടം ചർച്ച നടത്തിയിരുന്നു. ഇതിനിടെ പാണക്കാട് സാദിഖ് അലി ശവത്തങ്ങളുടെ ഖാസി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുഷാവറ അംഗം ഉമ്മർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവന ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധവും വഷളാക്കിയിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലിയും ഭിന്നതയുണ്ടായി. ഇതിനിടെ സമസ്തയിലെ ലീഗ് അനുകൂല യോഗം ചേർന്ന് ആദർശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ ഉണ്ടാക്കിയതോടെ സംഘടനാ പിളർപ്പിലേക്കെന്ന പ്രതീതി ഉണ്ടായി. പരസ്യമായ വാക്പോരുമായി ഇരുപക്ഷവും നിലയുറപ്പിച്ചിരിക്കുകയാണ് സമസ്ത ലീഗ് നേതൃത്വങ്ങൾ അനുരഞ്ജന ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. എന്നാൽ ഈ ചർച്ചയിൽ ഒരു വിഭാഗം പങ്കെടുത്തില്ല. ഇതോടെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നതയില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ആദ്യകാലം മുതലേ മുസ്ലിം ലീഗും സമസ്തയും ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്താറുണ്ടെന്നും എല്ലാം പഴയതുപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയും നേതാക്കൾ വലിയ കുടുംബം ആകുമ്പോൾ സ്വരച്ചേർച്ച കുറവ് ഉണ്ടാകും, അത് പറഞ്ഞു തീർക്കൽ മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു. തെറ്റിദ്ധാരണ മാറ്റാനാണ് യോഗം വിളിച്ചത്. ഒരു കൂട്ടർക്ക് അസൗകര്യം കാരണം പങ്കെടുത്തില്ല. ഒരു കൂട്ടരുമായി സംസാരിച്ചു. സമസ്തയുടെ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നതെന്നും മറ്റൊരു ദിവസം എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് യോഗം ചേരുമെന്നും ഇതിന്റെ ദിവസം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ഒന്നുമില്ല, എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനമുള്ള നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഈ ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, പല സ്വരച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തീർക്കൽ പഴയ കാലം മുതലേയുള്ളൊരു പരിപാടി, അവിടെ തുടങ്ങിയതല്ല. മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശംസുലുമായുള്ള കാലം മുതൽ പണ്ഡിതുസ്താദുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങളുണ്ട്. ഒന്നിച്ചു കൂടലും ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട്. അങ്ങനെ ഒന്നിച്ചു കൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കി പോവുക, അത് അണികളിൽ ഒരു ഈ സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചർച്ചയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, എം ടി അബ്ദുള്ള മുസ്ലിയാർ, പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഹാജി യു മുഹമ്മദ് ഷാഫി, അബ്ദുറഹ്മാൻ കല്ലായി, മലയമ്മ അബൂബക്കർ ബാഫക്കി, നാസർ ഫൈസി കൂടത്തായി, സലീം എടക്കര, ആർ വി ഹസൻ ദാരിമി, ബ്ലാത്തൂർ അബൂബക്കർ ഹാജി, കീഴത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവരും സംബന്ധിച്ചു. അതേസമയം പരാതികൾ രേഖാമൂലം ഉസ്താദന്മാർക്ക് കൈമാറിയെന്നും പറയാനുള്ളത് ഉസ്താദന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്നും രേഖാമൂലം തന്നെ എല്ലാം നൽകിയിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് സമസ്ത ചർച്ച ശേഷം അബ്ദുസമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉസ്താദന്മാർ വിളിച്ചിട്ടാണ് തങ്ങൾ വന്നത്, ഉസ്താദന്മാർ വിളിച്ചാൽ വരിക എന്നതാണ് തങ്ങളുടെ അച്ചടക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ വന്നു. ഉസ്താദന്മാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങളുണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇനി വിശദവിവരം പറയേണ്ടത് ഉസ്താദുമാരാണ്. അതേസമയത്ത് ഒരു വിഭാഗം വന്നിട്ടില്ല, അത് അവരുടെ കാര്യം ഞങ്ങളല്ല പറയേണ്ടത്. ഉസ്താദുമാർ വിളിച്ചാൽ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ചടക്കം. അത് ഞങ്ങൾ പാലിച്ചു. അവർ വിളിച്ചു, ഞങ്ങൾ വന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയും രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. കൂടുതലൊന്നും നിങ്ങൾ പത്രക്കാരോട് സംസാരിക്കേണ്ടതില്ല എന്ന് ഉസ്താദുമാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നവർ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല. നമുക്ക് പിന്നീട് കാണാം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.